നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വാരാഹി അമ്മയുടെ ചാനലിൽ ഒത്തിരി ഭക്തജനങ്ങൾ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ കുറേ സബ്സ്ക്രൈബേഴ്സും വന്നു തുടങ്ങി. അവർക്ക് നല്ല അനുഭവങ്ങൾ കിട്ടി എന്നത് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയും എന്താ ഫീലിംഗ് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരാൾ കാരണം പലർക്കും ഉപയോഗപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ ശരിക്കും സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ മറ്റ് വീഡിയോസിലൊക്കെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് വെറും തട്ടിപ്പാന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ കാശായിട്ടോ അങ്ങനെ ഒന്നും അല്ല ശരിക്കും ഒരു മന്ത്രം ജപിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് എൻ്റേതായ രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായ കാര്യം എന്ന് വെച്ചാൽ പല കാര്യങ്ങളും എനിക്ക് സാധിച്ചു തന്നു എൻ്റെ വാരാഹി ദേവി. അതുകൊണ്ട് തന്നെയും എനിക്ക് എന്താ പറയുക, 4 പേർക്ക് വാരാഹി അമ്മയെ അറിയിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹം തോന്നി. ഈവൻ എനിക്കിതിൻ്റെ ഒരു ഐഡിയാസും ഇല്ല, ഈ ചാനലിൽ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് ഇതുവരെ ഒരു ഐഡിയാസും ഇല്ലായിരുന്നു. എന്നിട്ടും ഞാനത് ചെയ്തു. അത് മോണറ്റൈസ് വരെ ആയി. മാക്സിമം ഇതിനകത്ത് വരുന്ന മിക്കവാറും ഉള്ള കമൻറ്റും പോസിറ്റീവ് കമൻറ്റ്സാണ്. അതിൽ 1-2 പേര് മാത്രമേ മോശമായിട്ട്, അവർക്കൊന്നും ദൈവവിശ്വാസമില്ലാത്ത വ്യക്തികളായിരിക്കാം, എന്താണെന്നറിയില്ല. എന്നാലും ഓരോ വീഡിയോസ് ഇടുമ്പോഴും ഞാൻ ആ വീഡിയോസിനകത്ത് കൃത്യമായിട്ടും വാരാഹി അമ്മയെ കുറിച്ച് പറയാറുണ്ട്. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാരാഹി അമ്മയുടെ ആ ഒരു എന്താ പറയുക, രൂപം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ആ ദേവിയുടെ ശക്തി എങ്ങനെ അറിയാൻ തുടങ്ങി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പലർക്കും ഡൗട്ട് കാണും. അപ്പോൾ ഓരോ വീഡിയോസ് എടുക്കുമ്പോൾ പുതിയ ആളുകൾ കാണുന്നത് കൊണ്ടാണ് ഈ കാര്യം തന്നെ പറയുന്നത് കേട്ടോ. നമ്മുടെ ഹിന്ദുക്കളുടെ ആ ഒരു വിശ്വാസപ്രകാരം വരാഹം രൂപം പൂണ്ട ആദിപരാശക്തിയാണ് വാരാഹി ദേവി, അഥവാ വരാഹി ലക്ഷ്മി എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ വരാഹി ദേവിയുടെ ക്ഷേത്രമുണ്ട്. ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രമാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വരാഹി ദേവിയുടെ ആ രൂപം എന്ന് പറയുന്നത് കാട്ടുപന്നിയുടെ മുഖത്തോട് കൂടിയ ഒരു രൂപമാണ്. പല പേരുകളിലായിട്ടാണ് വരാഹി ദേവി അറിയപ്പെടുന്നത്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് പേര് കാണും. എന്തുകൊണ്ടാണ് ഈ ദേവി ഇത്രയും ഫേമസ് ആവുന്നത്? ഞാൻ മിക്കവാറും ഉള്ള വീഡിയോസിൽ പറയുന്നുണ്ട്, മൃഗരൂപം പൂണ്ട ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ ഈ വരാഹി ദേവിക്ക് പല പേരുകളുണ്ട്, പല പേരുകളിൽ അറിയപ്പെടുന്നു. പഞ്ചുരുളി, പന്നിമുഖി, ദണ്ഡനാഥ, വാർത്താളി, താന്ത്രിക ലക്ഷ്മി എന്നങ്ങനെ, അഷ്ടലക്ഷ്മി സ്വരൂപിണി, സമയേശ്വരി. മന്ത്രജപവും ഏകദേശം ഇതൊക്കെ ചേർന്നതൊക്കെ തന്നെയാണ്. ഞാൻ പല വീഡിയോസിനകത്തും പല മന്ത്രങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും വാരാഹി ദേവി ആരാധിച്ചു വരുന്നത് രാത്രി സമയങ്ങളിലാണ്. രാത്രി സമയങ്ങളിലാണ് ഏറ്റവും പവർഫുൾ എന്നാണ് പറയുന്നത്. മറ്റ് സമയങ്ങളിൽ പവർഫുൾ അല്ല എന്നല്ല ഉദ്ദേശം. വാരാഹി ദേവിയുടെ പ്രെയർ അല്ലെങ്കിൽ ആ ഒരു ജപം, മന്ത്രം ജപിക്കുന്ന ആ ഒരു ടൈം ശരിക്കും ഉത്തിഷ്ടമായ ഒരു സമയം എന്ന് പറയുന്നത് രാത്രി തന്നെയാണ്. സപ്തമാതാക്കളിലെ 5ാമത്തെ ഭഗവതി ആയിട്ടാണ് വാരാഹി ദേവി അറിയപ്പെടുന്നത്. ശരിക്കും വാരാഹി ദേവിയുടെ ഒരു ആരാധനാ ശൈലി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ ഒന്നും തന്നെ വേണ്ട. ഭക്തരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക, അത് വളരെ വേഗത്തിൽ. അത്രയും പവർഫുള്ളാണ് വാരാഹി ദേവിയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. മന്ത്രവും അതുപോലെ ശക്തിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് മനസ്സിൽ ധ്യാനിച്ച് നമ്മളൊന്ന് ഒരു കാര്യം വിചാരിച്ചിട്ട് നമ്മൾ ഭഗവതിയെ ഒന്ന് ധ്യാനിച്ച് നോക്കിക്കേ, ഒരു പ്രത്യേക ഫീലാണ് ശരിക്കും. അത് വിശ്വാസത്തോടു കൂടി മന്ത്രം ജപിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു ഫീൽ അറിയാൻ പറ്റുള്ളൂ. വളരെ വേഗത്തിൽ തന്നെ അനുഗ്രഹം ചൊരിയുന്ന ഭഗവതിയാണ് വാരാഹി ദേവി. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, വിഷ്ണുവിൻ്റെ വരാഹ അവതാരം ശക്തിയായി വാരാഹി എന്നാണ് ആരാധിക്കപ്പെടുന്നത്. ഈ ഒരു വരാഹരൂപം പൂണ്ട മഹാകാളിയായിട്ടും അതുപോലെ അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിൻ്റെ അധിപതിയായ സമേശ്വരിയായിട്ടും ഭൂമിയുടെ അധിപതിയായിട്ടും ശിവപ്രസാദിയായിട്ടും ദുരിതങ്ങളെ സംഭവിക്കുന്നവളായിട്ടും ഇഷ്ടവരദായിനി, അങ്ങനെ ഭഗവതി പല രീതിയിലായിട്ടാണ് ആരാധിക്കപ്പെടുന്നത്. ഐശ്വര്യം, വിജയം, സമ്പത്ത് എന്നിവയുടെ മൂർത്തരൂപമാണ് വരാഹി ദേവി. പ്രധാനമായും ശക്തി ആരാധന മൂർത്തി ആണെങ്കിലും ശൈവ വൈഷ്ണവ രീതിയിലും ബുദ്ധമതത്തിൽ വജ്രവാരാഹി എന്ന പേരിലുമാണ് ഈ ഒരു വാരാഹി ദേവി ആരാധിക്കപ്പെടുന്നത്.
വളരെ ശക്തി സ്വരൂപിണിയായ വാരാഹിദേവി പൊതുവെ ഉഗ്രമൂർത്തിയായും ശിവപ്രസാദിയായും കണക്കാക്കപ്പെടുന്നു. നമ്മൾ വിളിച്ച വെളിപ്പുറത്തുണ്ടെന്ന് പറയപ്പെടുന്നു. ശത്രുദോഷ ശാന്തി, ആഗ്രഹപൂർത്തി എന്നിവ വളരെ ഫലമാണ്. അതായത് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം നമുക്ക് ഒരു പടിക്ക് മുന്നേ തന്നെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുന്നതിനുള്ള ശക്തി ഭഗവതിക്കുണ്ട്. രാത്രിയാണ് വാരാഹിദേവി ആരാധിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഞ്ചമി തിഥിയിലെ രാത്രി, അതായത് വാരാഹിദേവിക്ക് അതിവിശേഷമായ ദിവസമാണ് പഞ്ചമി തിഥിയിലെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാരാഹിദേവിയെക്കുറിച്ച് അറിയാത്തവർക്കായിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഒരു കൈയിൽ മധുപാത്രം, മറുകൈയിൽ മത്സ്യവുമായുള്ള ഒരു ഭാവമാണ്. അത് വാമമാർഗ സ്വരൂപിണിയായ ദേവി, മത്സ്യവരാഹി എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോറീസ് ബിഹൈൻഡ് ഈ ഒരു ദേവിയുടെ ആ ഒരു സ്റ്റോറിയിലുണ്ട്. അത്രയും പവർഫുള്ളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത് ആനയുടെ തലയോടുകൂടിയൻ, വിഘ്നേശ്വരൻ, ഗജമുഖൻ എന്നൊക്കെ പല രീതിയിൽ നമ്മളറിയും, പല പേരുകളിൽ അറിയപ്പെടുന്നു ഗണപതി ഭഗവാൻ, അല്ലേ? എന്നാൽ ആ ഭഗവാൻ ഇല്ലാതെ ഒരു കാര്യം, ഒരു നല്ല രീതിയിൽ ഒരു കാര്യവും നമുക്ക് തുടങ്ങാനാവുമോ? ഇല്ല. ഏകദന്തൻ, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. മഹാഗണപതിയെ സ്മരിക്കാതെയോ അല്ലെങ്കിൽ മഹാഗണപതിയെ നമ്മൾ ഒരു ഉത്തിഷ്ട കാര്യത്തിന് എന്താ പറയുക, ഒരു ഉത്തിഷ്ട സിദ്ധിക്ക് നമ്മൾ എന്തൊരു കാര്യം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ അത് ചെയ്തു കഴിഞ്ഞാൽ അതൊരു തൃപ്തി ആവില്ല ശരിക്കും. ചിലപ്പോൾ ആ ചെയ്ത ഒരു കാര്യം ശരിക്കും നല്ല രീതിയിൽ നടക്കണം എന്നില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു ഗണപതി ഹോമം അല്ലെങ്കിൽ ഗണപതിക്ക് എന്തെങ്കിലുമായിട്ട് നേർച്ച എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും നമ്മളത് ശിവമുഹൂർത്തം ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നമ്മൾ ആ ഒരു കാര്യം നടത്തുന്നത്. എന്ന് പറയുന്ന പോലെ വളരെ വേഗത്തിൽ, ശരവേഗത്തിൽ കാര്യസാധി നടത്തി തരാനായിട്ട് വാരാഹിദേവിക്ക് സാധിക്കും. വളരെ അത്ഭുതമാണ് വാരാഹിദേവിയുടെ ആ ഒരു മന്ത്രജപം. അതുപോലെ തന്നെ പല ആളുകളും എന്നോട് ചോദിച്ചു, അശുദ്ധമായിരിക്കുന്ന സമയത്ത് ചൊല്ലാമോ മാഡം എന്നൊക്കെ ചോദിച്ചു. അശുദ്ധമായിരിക്കുന്ന സമയത്ത് ചൊല്ലാൻ പാടില്ല എന്നൊന്നുമില്ല. അശുദ്ധം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ പൂജകളോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ അങ്ങനെയൊന്നും, പൂജ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലോ ഒന്നും നമുക്ക് പോകാൻ പാടില്ല, ശരിയാണ്. പക്ഷേ നമ്മൾ വളരെ ശുദ്ധിയായിട്ട് നല്ല രീതിയിൽ മനസ്സിൽ ധ്യാനിക്കാം, മന്ത്രം ജപിക്കാം, അതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാവരും ചോദിച്ചു, പിന്നെ ഒരാൾ എനിക്ക് മെസ്സേജ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെഴുകുതിരി, അതായത് അന്യനാട്ടിലെന്തോ ആണെന്ന് തോന്നുന്നു, മെഴുകുതിരിയാണുള്ളത്, അതാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അത് കത്തിച്ചു കഴിഞ്ഞാലും ദേവിയെ പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചിട്ട്, നമുക്ക് ആ സാഹചര്യം നമ്മളെക്കാളും കൂടുതൽ ദൈവത്തിന് മനസ്സിലാവും, അല്ലേ? ഏതൊരു സാഹചര്യത്തിലായാലും നമുക്ക് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്, ആ ഒരു വിശ്വാസമുള്ളത് കൊണ്ടല്ലേ അദ്ദേഹം അങ്ങനെ ചോദിച്ചത്, അല്ലേ? ആൾക്ക് വിശ്വാസമുണ്ട്, ആൾക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്. പക്ഷേ അന്യനാടായതുകൊണ്ടായിരിക്കാം മേ ബി ഒരു വിളക്ക് വാങ്ങാനുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ല, അത് മേ ബി ആ ഒരു സ്ഥലങ്ങളുമായിട്ട് പരിചയമുണ്ടാവില്ല, ചിലപ്പോൾ അവിടെ അത് അവൈലബിൾ അല്ലായിരിക്കും. എങ്കിൽ പോലും നമുക്ക് മെഴുകുതിരി യൂസ് ചെയ്ത് പ്രാർത്ഥിച്ചാലും തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ ശേഷം, നാരങ്ങയുടെ അറിയാമല്ലോ, അതിൻ്റെ ആ തോട എന്ന് പറഞ്ഞ സംഭവം, നമ്മളതിനകത്തേക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ, നല്ലെണ്ണ അറിയാലോ, വിളക്കെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ തിരിതെളിച്ചാലും മതിയാവും. അപ്പോൾ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാം. രാത്രി തന്നെ നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉത്തിഷ്ടമായ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ഏതാണോ അത് നോക്കാം. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള വാരാഹിദേവിയുടെ ഒരു ടെമ്പിളുണ്ട്, ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം എന്നാണ്, വാരാഹിദേവി ക്ഷേത്രമാണ്. അവിടെ ഇത് പറഞ്ഞ പോലെ പഞ്ചമി തിഥി, വിശേഷ ദിവസമൊക്കെ, വെളുത്തവാവ്, പൗർണമി, കറുത്തവാവ്, അമാവാസി അങ്ങനെയൊക്കെ വരുന്ന ദിവസങ്ങളിൽ ചെറിയ അത്യാവശ്യം പൂജകളൊക്കെ, അത്യാവശ്യം നല്ല വലിയ ക്ഷേത്രമാണ് കേട്ടോ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ വളരെ കുഞ്ഞു ക്ഷേത്രമായിരുന്നു അത്. ആളുകൾ, ഒരുപാട് വിശ്വാസികൾ ഇവിടെ വന്ന്
അവിടെ അവർ ലൈക്ക് ആ ഒരു അമ്പലം കുറച്ച് നല്ല രീതിയിൽ ആക്കിയെടുത്തു. അതിപ്പം നല്ല വലിയ ക്ഷേത്രമായി മാറുന്നു. ഒരുപാട് അനുഭവങ്ങൾ അവിടെ ലൈക്ക് ഈ ഓരോ വിശേഷ ദിവസങ്ങളും ഓരോ ആളുകളുടെ വകയാണ് അവിടെ സദ്യ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത്രയും വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഞാൻ കാണാറുണ്ട് പലരും മന്ത്രജപം 101 തവണ അല്ലെങ്കിൽ 1008 തവണയൊക്കെ എഴുതിയിട്ട് മാലയാക്കി അവിടെ കൊണ്ട് വെക്കാറുണ്ട്. ദേവിയുടെ ഒരു വലിയൊരു ഫോട്ടോ നമ്മുടെ ഈ ചാനലിൽ തന്നെ വാരാഹി ദേവിയുടെ ശ്രീ പഞ്ചമി ക്ഷേത്രത്തിൽ നിന്നുള്ള ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണും കേട്ടോ. വേണമെങ്കിൽ അത് ഷെയർ ചെയ്തേക്കാം, അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്ഷേത്രം എത്രത്തോളം ഫേമസ് ആണ്, എത്ര വലിയ ക്ഷേത്രമാണ്. അവിടെ ഒത്തിരി ജനങ്ങളാണ് വന്ന് സമയമെടുത്തവർ ദേവിക്ക് വേണ്ടി സമയമെടുത്ത് വന്ന് ചേരുന്നത്. വളരെ നല്ല ക്ഷേത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരാനായിട്ട് വാരാഹി ദേവിക്കാകും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പം ഏതാണ് ആ മന്ത്രം എന്നുള്ളത് ഞാനിപ്പോൾ മെൻഷൻ ചെയ്യാം. ആ മന്ത്രം നിങ്ങൾ ഒരു മിസ്സും കൂടാണ്ട് കറക്റ്റ് 21 ദിവസം 21 തവണ തന്നെ ജപിക്കുക. എന്നാൽ മാത്രമേ അതിന് പ്രയോജനമുള്ളൂ. ഫസ്റ്റ് മനസ്സിലാക്കാം. പിന്നെയെന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നതും ചെയ്തവരും സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാതെ കുറേ പേരുണ്ട്. മനസ്സിലാവാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ ചാനലിൻ്റെ ആ ഒരു പേര് ഓൾ ഇൻ വൺ ഡിവൈഡ് എന്ന് പറയുന്ന ആ ചാനലിൻ്റെ സൈഡിലായിട്ട് സബ്സ്ക്രൈബ് ബട്ടണും അതിന് അടുത്തായിട്ട് തന്നെ ഒരു ബെല്ലൈക്കൻ്റെ ഒരെണ്ണമുണ്ട്. 3 ഓപ്ഷൻ അതിൽ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ആദ്യത്തേതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രമിക്കുക, ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഇനിയും ഈ ഒരു ചാനലിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ മാക്സിമം എല്ലാ നാട്ടിലെയും ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപയോഗപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ. പല രീതിയിലും പല സാഹചര്യങ്ങളിലും കൂടെ പോകുന്ന ആളുകൾ, നമുക്ക് ഇന്ന് കാണുന്ന ആളുകളെ നാളെ കാണില്ല എന്ന് പറയുന്ന പോലെ എല്ലാവരും നന്നായിരിക്കട്ടെ. കാര്യം വയനാട്ടിലെ കാര്യങ്ങൾ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. എത്രയോ നല്ല ആളുകളായിരുന്നു അല്ലേ. അപ്പോൾ പണം എന്നുള്ളത് ശരിക്കും ഒന്നും അല്ല എന്നുള്ള കാര്യം വരെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി അല്ലേ. നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും നന്നായിക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആയിട്ടൊരു നേട്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയും എല്ലാവരും കമൻറ്റ് ചെയ്യുക, പേരും ആവശ്യവും അതുപോലെ തന്നെ നക്ഷത്രവും. അതനുസരിച്ച് ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഏതാണ് മന്ത്രജപം എന്ന് പറയാം. 21 തവണ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുക. ഓം വാരാഹി നമഃ, 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 ഓം
ॐ वाराहे नमः। 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 ॐ
വാരാഹി നമഃ. ഓം 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 വാരാഹി നമഃ.